जिंदाबाद जिंदाबाद बीडीजेएस जिंदाबाद बीडीजेएस जिंदाबाद കാഷ്വാലിറ്റിയിലുടൻ ഡോക്ടർമാരെ നിയമിക്കുക കാഷ്വാലിറ്റിയിലുടൻ ഡോക്ടർമാരെ നിയമിക്കുക രോഗികളുടെ ദുരിതം അവസാനിപ്പിക്കുക രോഗികളുടെ ദുരിതം അവസാനിപ്പിക്കുക രോഗികളുടെ ദുരിതം അവസാനിപ്പിക്കുക രോഗികളുടെ ദുരിതം അവസാനിപ്പിക്കുക जिंदाबाद 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 बीडीजेएस जिंदाबाद 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 बीडीजेएस जिंदाबाद बीडीजेएस जिंदाबाद 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 बीडीजेएस जिंदाबाद बीडीजेएस जिंदाबाद എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിലാണ്. ആ കവാടത്തിങ്കൽ ഒരു സമരം നടക്കുകയാണ്. അത് BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനമാണ്. എന്തിനാണെന്നറിയാം, നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ വൈകുന്നേരങ്ങളിലെ രോഗികളുടെ നീണ്ട ക്യൂ. 3 മണിക്ക് വരുന്ന രോഗി ഡോക്ടറെ കാണുന്നത് വീട്ടിൽ ചെല്ലുന്നത് 10 മണി കഴിഞ്ഞിട്ടാണ്. ഇത് നേരിട്ട് ബോധ്യപ്പെട്ട BDJSൻ്റെ ഇവിടുത്തെ നേതാവും SNDP യോഗം യൂണിയൻ സെക്രട്ടറിയും അതുപോലെ തന്നെ കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാനുമായിട്ടുള്ള K ഉണ്ണികൃഷ്ണൻ ഈ വിഷയം മനസ്സിലാക്കി സത്യപരമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു രാഷ്ട്രീയ കക്ഷികളും ഇതുമായി ബന്ധപ്പെട്ടൊരു സമരം പോയിട്ട് ഒരു മുദ്രാവാക്യം പോലും വിളിക്കാനായിട്ട് ഇവിടെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിക്കുന്നത്, ചാലക്കുടി നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ BJP ഉണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രോഗികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി വിഷയത്തിൽ ഇടപെടുന്ന ഈ പ്രസ്ഥാനത്തിന് നന്ദി പറയുന്നു. വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ രോഗികളുടെ നീണ്ട ക്യൂ. ഇവിടെ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും മലക്കപ്പാറ മുതൽ അതുപോലെ തന്നെ ഈ ചാലക്കുടി നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് രാത്രി 11 മണി കഴിഞ്ഞിട്ടും വീട്ടിൽ പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ഇടപെടലാണ് BDJS രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രി കേരളത്തിലെ 1ാം സ്ഥാനം നേടിയ ആശുപത്രി എന്നാണ് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നാൽ ഇവിടെ ഒരു ഡോക്ടർ മാത്രമാണ് രോഗികളെ പരിശോധിക്കാനായിട്ടുള്ളത്. 100 കണക്കിന് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ആശുപത്രി എന്ന് പറയുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് പേഷ്യൻസ് വരുന്ന സമയത്ത് ഒരു ഡോക്ടർ, അദ്ദേഹം ഈ ആശുപത്രിയുടെ മൊത്തം ചുമതലയുള്ള ഒരു ഡോക്ടറാണ്. ഒരു രോഗി വേറെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീരിയസ് ആയാൽ അദ്ദേഹത്തിന് അത് നോക്കാൻ വേണ്ടി വരും. 2 മണിക്കും 3 മണിക്കുമൊക്കെ ഡോക്ടറെ കാണാൻ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടത്ര പരിഗണന പരിശോധന കിട്ടാത്തൊരവസ്ഥയാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിലുള്ളത് എന്ന് ഇവിടുത്തെ മുഴുവൻ അധികാരികൾക്കും മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ 3 മണിക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്ന ഒരു അമ്മ ഞങ്ങളെ കണ്ട വഴി, ഞങ്ങൾക്ക് ഈ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ കണ്ട വഴി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു 3:30 മണിക്ക് എൻ്റെ കുട്ടി ഛർദിയായി ഇവിടെ കൊണ്ടുവന്നതാണ്. പക്ഷേ നോക്കാൻ ഇവിടെ ആളില്ല. 4 മണിക്ക് പനിയുമായി 105 ഡിഗ്രി പനിയുമായി വന്ന ഒരു കൊച്ചുകുട്ടിയുടെ അച്ഛനും ഞങ്ങളോട് വളരെ സങ്കടം പറയുണ്ടായി. ഞാനിവിടെ നോക്കുന്ന സമയത്ത് 100 കണക്കിന് രോഗികൾ ഡോക്ടർ ആ സമയത്ത് ഇല്ലാതെ വിഷമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളത്. അധികാരികൾ ഇതിനു മുന്നിൽ കണ്ണടച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ കാഷ്വാലിറ്റിയിൽ വളരെ അടിയന്തരമായി ഡോക്ടറെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ നേരിടുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലുള്ള ഒരു സൂചനാ പണിമുടക്ക് മാത്രമാണിത്. അടുത്ത ദിവസം ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലേക്കും അതുപോലുള്ള കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ സമരം മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടുത്തെ പാവപ്പെട്ടവന് സാധാരണക്കാരന് ലഭിക്കേണ്ടതായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തൊരവസ്ഥ. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 1ാം സ്ഥാനമാണ്, പെയിന്റ് അടിച്ചു ഭംഗിയാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ 1ാം സ്ഥാനത്തേക്ക് പോകുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്ക് അടിയന്തരമായ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എത്ര പാവപ്പെട്ട ആളുകൾ സങ്കടത്തോടുകൂടി ദുരിതം അനുഭവിക്കുന്ന ഓരോരുത്തരും ആശ്രയിക്കുന്ന നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ അധികാരികൾ ഡോക്ടറെ നിയമിച്ചുകൊണ്ട് ഇതിന് ഒരു പരിഹാരം അടിയന്തരമായി ഉണ്ടാക്കണമെന്ന് BDJS അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ട് BDJS നിയോജകമണ്ഡലം സംഘടിപ്പിച്ച ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് BDJS. ഈ സാധാരണക്കാരായ ജനങ്ങളാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരെ കൂടുതൽ വിഷമത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ നിന്നും കാഷ്വാലിറ്റിയിൽ നിന്നുണ്ടാകുന്നത്. ഇതേമാതിരിയുള്ള സമരങ്ങൾ എത്രയൊക്കെ നടത്തിയാലും കണ്ണു തുറക്കാത്ത ഒരു വിഭാഗമാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം ആരോഗ്യ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ആശാ വർക്കർമാരുടെ സമരം ഇന്ന്
ഏതാണ്ട് ഒരു മാസത്തോളം പിന്നിട്ടിട്ടും അതിനൊരു പരിഹാരം നടത്താനായിട്ട് ഇവിടുത്തെ അധികാരി വർഗം അതിനു വേണ്ട ചർച്ചകൾ നടത്താനോ ആ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനോ തയ്യാറാവാത്ത ഈ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ ഗവൺമെന്റ് എല്ലാം പുറമോടി മാത്രമാണ്. അതിന്റെ ഒരു ലക്ഷണം തന്നെ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും ചെയ്തിട്ടുണ്ട്. കാരണം പുറമോടി ഭംഗിയാക്കി പെയിന്റ് അടിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അകത്തേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഇന്നലകളിൽ BDJS ജനറൽ സെക്രട്ടറിയും മറ്റുള്ള ആൾക്കാരൊക്കെ ഈ ആശുപത്രിയായുള്ള രോഗികളുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ വെറും കൊള്ളയാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ട് Hey,